ബഹുമാനപ്പെട്ട ആസിഫ് സാറേ, ജി കാർത്തികേയനും എ കെ ആന്റണിയോട് കൂടി ഉണ്ടാക്കിയതാണല്ലോ ലാവലിൻ കരാറ്, 1ഉം 2ഉം കരാറ്. അത് പൂർത്തീകരിച്ച പിണറായി വിജയൻ 372 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്നോട് നിങ്ങളെല്ലാം കൂടെ കോഴിച്ചുകൊണ്ട് നടന്നല്ലോ. പിണറായി വിജയൻ മാനനഷ്ട കേസ് കൊടുത്തോ? അത് ഹൈക്കോടതി പോയോ? അത് ഹൈക്കോടതി പോയത് കേസ് പെട്ടെന്ന് തീർപ്പാക്കണമെന്ന് പറയാനാ. അത് കേസ് വന്നപ്പോൾ അദ്ദേഹം പോയി തീർപ്പാക്കി, അദ്ദേഹത്തെ വെറുതെ വിട്ടു. നിങ്ങളെല്ലാം കൂടെ തട്ടിട്ട് തുള്ളിട്ട് വെള്ളം നടന്നു. പിന്നെ പിണറായിയുടെ ഭാര്യയുടെ പേരിൽ കമല ഇന്റർനാഷണൽ നിങ്ങളെല്ലാം കൂടെ നടന്നല്ലോ. എന്താ പിണറായി വിജയൻ കമല ഇന്റർനാഷണലിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോയില്ല? നിങ്ങൾ ചോദിച്ചോ? കുറെ നാൾ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കെതിരെ പറഞ്ഞതാ. ബി ജെ പിക്കാരോട് പറയാനുള്ളത്, ആ ജന്മഭൂമി പത്രത്തിൽ ഈ കർത്താവിന്റെ കരിമണൽ കമ്പനിക്ക് അനുകൂലമായിട്ട് മുഖപ്രസംഗം എഴുതിയിട്ട് എത്ര കിട്ടി? ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. എന്തിന്? കരിമണൽ കർത്താവിന്റെ കമ്പനിക്കെതിരെ നിങ്ങളുടെ പത്രത്തിൽ ഒരു ലേഖനം എഴുതിയപ്പോൾ, കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായ ലേഖനം എഴുതിയപ്പോൾ പുറത്താക്കി. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ അങ്ങോട്ട് ഇട്ട് തരാം. എത്ര കോടി കിട്ടി? ഞങ്ങളുടെ കൃത്യമായ കേസ് ഇതാണ്. ബി ജെ പി നേതാക്കന്മാരാണ് കരിമണൽ കർത്താവിന്റെ കമ്പനിയിൽ നിന്ന് കള്ളപ്പണം വാങ്ങിച്ചത്. നിങ്ങൾ ഇഷ്ടം പോലെ കാശ് വാങ്ങിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ജന്മഭൂമി മുഖപ്രസംഗം എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ അവരെ സഹായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേരള സർക്കാർ ഇടതുപക്ഷനാകത്തുകൊണ്ട് ആ വഴിക്ക് പോയിട്ടില്ല. പക്ഷെ നിങ്ങൾ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നേതാക്കന്മാരുടെ പേരോ ഒക്കെ ചേർത്ത് ഒരു കെട്ടുകഥ ഉണ്ടാക്കി. അതാണ് നിങ്ങളുടെ ഈ പറയുന്ന ഇന്ത്യൻ സെറ്റിൽമെന്റ് കടലാസ്. ആ കടലാസിന് ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല. അത് രാഷ്ട്രീയ പ്രചരണ ആയുധാണ്. നിങ്ങൾ ചെയ്യാവുന്ന അങ്ങോട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യാവുന്നതിന്റെ പരമാവധി അങ്ങോട്ട് ചെയ്യുക. പിന്നെ കോൺഗ്രസ്സുകാർ ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയെ വേട്ടയാടിയാലും, ഞങ്ങളുടെ സോണിയാഗാന്ധിയെ വേട്ടയാടിയാലും, ഇനി ഉമ്മൻചാണ്ടി കള്ളപ്പണക്കാരൻ എഴുതി വെച്ചാൽ അതും കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് ഉമ്മൻചാണ്ടി കള്ളപ്പണക്കാരനാണെന്ന് എഴുതി വെച്ച കാര്യം നികുതി അടച്ചോളൂ, നികുതി അടയ്ക്കാതെ തന്നെ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ചോദ്യം, എന്തിനാണ് ഉമ്മൻചാണ്ടി കള്ളപ്പണക്കാരനാണ് എന്ന് പറഞ്ഞ കാര്യം ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് രക്ഷപ്പെടുത്തി കൊടുത്തത്? ചെന്നിത്തല പൈസ വാങ്ങിച്ചു എന്ന് പറയുന്ന കാര്യം എന്തിന് സെറ്റിൽമെന്റ് ബോർഡ് രക്ഷപ്പെടുത്തി കൊടുത്തു? അത് കൂട്ടുകച്ചവടാണ്. എന്തിനാണെന്നറിയാമോ? കോൺഗ്രസിനും ബി ജെ പി കൂടെ ഞങ്ങളെ വേട്ടയാടാൻ. ശരി, ആ വേട്ടയാടാൻ തലകുനിക്കില്ല. Debate with M.V. Nikesh Kumar.